ഇന്ന് ഞാനുള്ളത് നിയോം സിറ്റിയിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസായ ഷുഹൈബ് നബിയുടെ പഴയകാല വീട്ടിലാണുള്ളത് കേട്ടോ. അതായത് മുഗായർ ഷുഹൈബ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ പഴയകാല ഗുഹയും ആ മലമ്പ്രദേശമൊക്കെയാണ് ഞാൻ ഇന്ന് കാണാൻ പോകുന്നത്. എൻ്റെ ഈ മുന്നിൽ കാണുന്നത് അതിൻ്റെ ഒരു പിക്ചേഴ്സാണ് ഇങ്ങനെ ഉള്ളത്. നമുക്കതിൻ്റെ ഒറിജിനൽ കാണാനായിട്ട് ഇനി പോവാം. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കപ്പോൾ ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാനായിട്ട് പോവാം. ഗുഹയും മറ്റുള്ള മലനിരകളും ഒക്കെ ആയിട്ട്. മുഗായർ ഷുഹൈബ്, ഇതാണ് ഷുഹൈബ് നബിയുടെ വീടിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഈ മലയുടെ സ്ട്രക്ചറാണ്. ഇവിടെയുള്ള കേയും ഒക്കെയാണ് ഈ പിക്ചേഴ്സിൽ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും. ഇത് അൽബദ മീഡിയൻ ഓപ്പൺ മ്യൂസിയമാണ്. ഇത് നിയോം സിറ്റിയോട് ചേർന്നുള്ളതാണ് ഈ സ്ഥലം കേട്ടോ. അൽബദ എന്ന് പറയുന്ന സ്ഥലം ഇല്ലേ. ഇവിടുത്തെ ഈ പാറയിലൊക്കെ കുത്തി വെച്ചതിൻ്റെ ക്ലിയർ പിക്ചറാണ് കാണുന്നത്. ഇപ്പം നമ്മൾ അവിടേക്ക് കയറി കഴിഞ്ഞാൽ ഇത്രയും ക്ലിയർ ആയിട്ടൊന്നും കാണില്ല. കേവൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ കയറുമ്പോൾ വെയിൽ കൊണ്ട് വീട് സഹിക്കാൻ പറ്റും കേട്ടോ. ഇത് റെഡ് സീയോട് ഏറ്റവും അടുത്താണ് കിടക്കുന്നത് കേട്ടോ. ഇല്ല, ഇവിടുത്തെ ഗ്രാമപ്രദേശമാണ് ഈ കാണുന്നത്. ഈ ഗ്രാമം ഇപ്പം ഇങ്ങനെ തന്നെയുണ്ട്. കുറേ പുരാവസ്തു സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ മ്യൂസിയത്തിൽ ഇതൊന്നുമില്ല. മ്യൂസിയമൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. മ്യൂസിയം മൊത്തത്തിൽ ആരുമില്ല. ജസ്റ്റ് 5 മണിക്ക് ഓപ്പൺ എന്ന് പറഞ്ഞു. 5 മണിയായപ്പോൾ അവർ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് പോയി കേട്ടോ. ഈ കാണുന്ന ഭാഗത്താണ് നിയോം സിറ്റി വരുന്നത്. നിയോം സിറ്റി ഇത് എവിടെയാണ് കേട്ടോ. ഇതെല്ലാം നിയോമിൻ്റെ അണ്ടറിലാണ്. ശരിക്കും ഇവിടെ ഇപ്പോൾ ഈ നിയോം സിറ്റി എന്ന് പറയുന്ന ഒരു ഇത് വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഈ ഗ്രാമം ഒരു ഒറ്റപ്പെട്ട ഗ്രാമം പോലെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് പോകാൻ തന്നെ 600 എത്രയൊക്കെയോ കിലോമീറ്റർ ഉണ്ട്. ഇത് ഇവിടെ മദീനയിലേക്കും ജിദ്ദയിലേക്കും പോകാനായിട്ട് വളരെ ദൂരം കൂടുതലാണ്. ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് അല്ല പുറം നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെയാണ് ഇവിടുത്തെ പുരാവസ്തുക്കൾ. ഇതെല്ലാം അടച്ചിട്ടിരിക്കാൻ കേട്ടോ. ഇതെല്ലാം ഒരു ഓഫീസ് റൂമിനകത്ത് എടുത്തു വെച്ച് ക്ലോസ് ചെയ്തിരിക്കുക. അത് പുറമേ കാണാൻ വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇപ്പോൾ എടുത്ത് ഈ ഓഫീസ് റൂമിനകത്ത് വെച്ച് ഒരു ഓഫീസൊക്കെ ഉണ്ട്. എല്ലാ ഓഫീസിലെ സാധനങ്ങളും എല്ലാം ഇപ്പോൾ പാക്ക് ചെയ്ത് ട്രയലിലാക്കി ഇങ്ങനെ വെച്ചിരിക്കണം. ഇത് പുറത്തേക്ക് എത്തില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷം. മൂസാ നബി വെള്ളം കുടിച്ച കിണർ കാണാൻ പോവുകയാണ് കേട്ടോ ആദ്യം. അല്ലാതെ നമുക്ക് മൂസാ നബിയുടെ സ്പ്രിങ്സ്, അതായത് അരുവിയിലേക്ക് പോകാൻ പറ്റിയില്ല. പറഞ്ഞാൽ അവിടേക്ക് അപ്പം പബ്ലിക്കിന് ഇപ്പോൾ അലൗഡ് ഇല്ല കേട്ടോ പോകാനായിട്ട്. അത് കാരണം പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അവിടെ എല്ലാം നിയോമിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം എല്ലാം ബന്ധാക്കിയിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ അങ്ങോട്ട് പോകാൻ പാടില്ല. അത് കാരണം ഞങ്ങൾ പോയില്ല. ഞങ്ങൾ മൂസാ നബിയുടെ കിണറുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. അതേ ആ കാണുന്നതാണ് കേട്ടോ. അവിടെ മതിൽ കെട്ടി അടച്ചു വെച്ചിരിക്കുക. അവിടെ ഇനി ഇങ്ങനെ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തമില്ല. ആ കാണുന്നതാണ് കിണർ. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. അവിടെ എല്ലാം മതിൽ കെട്ടി അടച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫെൻസിങ് കൊണ്ട് വളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്നും കയറാനും ഇറങ്ങാനും ഒന്നും ഒരു വഴിയില്ല. ആ കാണുന്നതാണ് മൂസാ നബിയുടെ കിണർ.
മൂസാനബി ആദ്യമായിട്ട് വെള്ളം കുടിച്ച കിണറാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അതെല്ലാം ഫെൻസിങ് ആക്കിയിട്ടുണ്ട്. ഫെൻസിങ് കാരണം നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ആ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് മൂസാനബിയുടെ കിണർ കേട്ടോ. ഈ കിണറിൻ്റെ ഇനി അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഫെൻസിങ് കൊണ്ട് അവരടച്ചിരിക്കുകയാണ്. ഒരു വഴിയില്ല, ഇവിടെ എങ്ങും ആരും ഇല്ല. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും ഇതൊന്നുമല്ല, പ്രശ്നമല്ല. ഇത് കാണാമെന്നുള്ളതും വരിക എന്നുള്ളതും, അത് കാരണം അവർ വരുന്നുമില്ല, കാണുന്നുമില്ല. ഈ കാണുന്നതാണ് കിണർ കേട്ടോ. ഈ കിണറിനകത്തേക്ക് നമുക്ക് പോകാനൊരു വഴിയില്ല. 4 ചുറ്റാൻ വേലി കെട്ടി മറച്ചിരിക്കുകയാണ്. അത് കാരണം പോകാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അതെ കണ്ടല്ലോ, ഇപ്പോൾ നല്ല വ്യക്തമായിട്ട് കിണർ കാണുന്നുണ്ട്. ഇതാണ് കിണർ. ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഫുള്ള് വേലി കെട്ടിയിരിക്കുക. ഒരു രക്ഷയില്ല, അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഫുള്ള് ഫെൻസിങ്ങാണ് കേട്ടോ, 4 സൈഡും ഫെൻസിങ്. അവിടെ ഇങ്ങനെ സൈഡിൽ കൂടെ എങ്ങനെ വരാമെന്ന് വെച്ചാൽ ഇല്ല, ഒരു വഴിയില്ല. അവിടെ ഒന്നും പോകാൻ പറ്റില്ല. 4 ചുറ്റാകെ മതിൽ കെട്ടി, ഇങ്ങനെ പൊക്കത്തിന് മതിൽ കെട്ടിയിരിക്കുക. ആരും എടുത്ത് ചാടുക ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. എൻ്റെ പിന്നിൽ കാണുന്നതാണ് മൂസാനബി ആദ്യമായിട്ട് വെള്ളം കുടിച്ച കിണർ കേട്ടോ. പക്ഷേ ഇതിനകത്തേക്ക് പോകാൻ ഒരു വഴിയില്ല. ഈ ഭാഗം എല്ലാം നല്ല മുള്ളുവേലി കെട്ടി അടച്ചിരിക്കുകയാണ്. മുള്ളുവേലി കണ്ടല്ലോ എത്ര പൊക്കത്തിനാണ് കെട്ടിയിരിക്കണമെന്ന് നോക്കിയാൽ, നല്ല പൊക്കത്തിന് മുള്ളുവേലി കെട്ടിയിരിക്കുക. അത് കാരണം അകത്തേക്ക് കയറാനൊന്നും പറ്റില്ല. ഇവിടെയെങ്കിലും ഒരു ജനങ്ങളുമില്ല, നല്ല ഉച്ച വെയിലാണ്. ഇതൊന്നും ആൾക്കാർക്കൊന്നും വലിയ ഇതൊന്നുമല്ല, സംഭവമൊന്നുമല്ല കേട്ടോ. പക്ഷെ നമ്മളതുപോലെയുള്ള ദൂരെ നിന്ന് വരുന്നവർക്ക് ഇത് കാണാൻ വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. എന്തായാലും അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റോ പോലീസോ എന്തൊക്കെയായിട്ട്. നമുക്ക് അതിനകത്തേക്ക് പ്രവേശനമില്ല. ഇതിന് എപ്പോഴെങ്കിലും തുറക്കുമെന്നറിയില്ല. തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമായിരിക്കും. ആ സമയം എന്തായാലും നമ്മളിവിടെ ഇല്ലേതാണ്. ഇത്രയും ദൂരം വന്നതിന് വേണ്ടിയിട്ട് ഒരു മൂസാനബിയുടെ കിണർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ വടി കൊണ്ട് അടിച്ചപ്പം മല പിളർന്ന് പോയാൽ അവിടേക്ക് പോകാൻ ഞങ്ങൾ പോയെങ്കിലും അവിടേക്ക് കയറ്റി വിടുന്നില്ല. അവിടെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുക കേട്ടോ, മൊത്തത്തിൽ ക്ലോസ് ചെയ്തിരിക്കുക. അവിടെ എല്ലാം ഒരു വഴിയില്ല. നമ്മൾ ഇപ്പോൾ മൂസാനബിയുടെ വടി കൊണ്ടടിച്ച് മല 2ആയിട്ട് പിളർന്ന ആ വാതിയിൽ പോകാനാണ് ഇറങ്ങിയത്. പക്ഷേ വാതിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഈ നിയോമിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് അതിനകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിയോമിലെ കാർഡുള്ളവർക്ക് മാത്രമേ അകത്തേക്ക് പോകാനും അനുവാദമുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ഫാമിൻ്റെ അടുത്ത് നിർത്തി. അപ്പോഴവരാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് അങ്ങോട്ട് അകത്തേക്ക് വണ്ടിയൊന്നും കടത്തി വിട്ടില്ല. ഒത്തിരി ചെറുപ്പക്കാരൊക്കെ വന്നിരുന്നു, അവരെല്ലാവരും തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങളിവിടുത്തെ ഒരു ഫാമിൽ നിന്ന് ഒരു കാട്ടും മാങ്ങയൊക്കെ വാങ്ങിച്ച് പഴുത്ത പച്ച ഞങ്ങളിങ്ങനെ ഇവിടുത്തെ ഒരു വീഡിയോയൊക്കെ എടുത്ത് തിരിച്ച് വീണ്ടും ഇനി മൂസാനബി ആദ്യമായിട്ട് വെള്ളം കുടിച്ച കിണർ കാണാനായിട്ട് പോവാണ്. ഓക്കെ, ഇപ്പം നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ഇതൊക്കെ കാണാം. ഇവിടെ അടിപൊളി മാങ്ങ കൃഷിയാണ് കേട്ടോ. അതെ, ആവശ്യം പോലെ മാവുണ്ട്, ശരിക്കും മാങ്ങയുണ്ട്. അതെ, ശരിക്കും മാങ്ങ കിടക്കുന്നു കണ്ടില്ലേ, ഇങ്ങനെ പച്ചയും പഴുത്തതും ഒക്കെ ഉണ്ട്. ഞാനും എന്തായാലും 2 കാർട്ടൂൺ അല്ല 1 കാർട്ടൂൺ മാങ്ങകളും വാങ്ങി. അടിപൊളി നല്ല ഒറിജിനൽ മാങ്ങ, 20 റിയാലുണ്ട്. അത്രയും മാങ്ങ എന്തായാലും നമ്മൾ ദമാമിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം. ഇത് മാതളമാണ് കേട്ടോ, മാതളം. ഇതേ ചെറിയ മാതളമുണ്ട് ഇതിനകത്ത്, ഇങ്ങനെ കായ്ച്ചു തുടങ്ങുന്നേ ഉള്ളൂ, പിന്നെ സമയമെടുക്കും. ഇന്നത്തൊക്കെ മാതളമുണ്ട്. ഇവിടെ മൊത്തം തോട്ടമാണ്, ആടും മാടും ഒക്കെ ഉണ്ട്. അവിടെ
അങ്ങനെ ഒരു കാർട്ടൂണും മാങ്ങയും വാങ്ങി ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. ഇതാണ് മാങ്ങ, നല്ല സൂപ്പർ മാങ്ങ കേട്ടോ, ഫ്രഷ് മാങ്ങയാണ്.